ഹായ് ഓൾ. അപ്പോൾ ഇന്ന് ഞാൻ ബെത്ലഹേം കുടുംബ യൂണിറ്റ് പോയി കണ്ടു. 9 മണിയുടെ ഷോ ആയിരുന്നു. ഗിരീഷ് ഷെഡി, നിവിൻ പോളി, മമിത ബൈജു ടീമിന്റെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഡെഫിനറ്റ്ലി ഓണം വിന്നറാണ്. ഓണവും ക്ലാഷും ഒക്കെ പതിവ് പോലെ തന്നെ നിവിൻ പോളി എന്നെ തൂക്കും. വേറെ ഒന്നും പറയാനില്ല. കാരണം ഇന്നലെ ഞാൻ ഖലീഫ കണ്ടായിരുന്നു. എനിക്ക് തീരെ വർക്കായില്ല. ഒന്നോ രണ്ടോ സീൻസ് ഒഴികെ എനിക്ക് ഖലീഫ എന്ന പടമേ തീരെ വർക്കായി ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല ഹൈപ്പോട് കൂടിയാണ് കേട്ടോ ബെത്ലഹേം കുടുംബ യൂണിറ്റ് കണ്ടത്. പിന്നെ ഒരു ഗിരീഷ് ഷെഡി ഫ്ലേവറിലുള്ള ചിത്രം, ആ ട്രെയിലറും സംഭവങ്ങളൊക്കെ തന്ന ആ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, അത് ഫോളോ ചെയ്ത് എനിക്ക് അത്യാവശ്യം നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് ഈ ഓണത്തിന് മുൻപേ ഐ ആം ഗെയിം, ഖലീഫ, ബെത്ലഹേം കുടുംബ യൂണിറ്റ് മൂന്നും റിലീസിന് ഉണ്ടായിരുന്നപ്പോഴും എൻ്റെ പിക്ക് ബെത്ലഹേം കുടുംബ യൂണിറ്റ് തന്നെയായിരുന്നു. സോ ആ ഒരു ഹൈപ്പ്, എനിക്ക് ഏറ്റവും ഹൈപ്പ് ഉണ്ടായിരുന്ന പടം ബെത്ലഹേം കുടുംബ യൂണിറ്റ് ആണ്. ആ ഹൈപ്പൊക്കെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു പടം, അതായത് വലിയ മാസ് പടത്തിന്റെ ഒരു ഹൈപ്പ് അല്ല, നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന ഒരു പടമായിരിക്കും എന്നുള്ള ഒരു ഹൈപ്പ് ഉണ്ടല്ലോ. നമുക്ക് ഈ പടം കണ്ടാൽ ഒരു ഇത് തോന്നും എന്നുള്ള ഒരു ഹൈപ്പ് ഉണ്ടല്ലോ. ആ ഹൈപ്പാണ് എനിക്ക് ഈ പടത്തിനോട് ഉണ്ടായിരുന്നത്. അത് 100% അല്ലെങ്കിൽ അതിൽ കൂടുതൽ ജസ്റ്റിഫൈ ചെയ്ത ഒരു പടമാണ്. തീർച്ചയായിട്ടും പതിവ് പോലെ തന്നെ നിവിൻ പോളിയുടെ തൂക്കുണ്ട്. അപ്പോൾ അടുത്ത 100 CR ലോഡിംഗ് ആണ്. സർവമായതിനേക്കാളും കുറച്ചുകൂടി ഫാസ്റ്റിലായാലേ ഉള്ളൂ. ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ വണ്ടർഫുൾ മൂവീസ്. വളരെ ക്യൂട്ടായിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഒരു വണ്ടർഫുൾ മൂവി. അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും വളരെ രസകരമായിട്ട്, എന്താ പറയുക, വലിയ കോലാഹലങ്ങളോ അലമ്പോ പരിപാടികളോ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ഇരുന്ന് കാണാം. എന്നാൽ തിയേറ്ററിൽ ഇരിക്കുന്ന എല്ലാവരും, കുറച്ച് ഫാമിലി ഓഡിയൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഫാമിലി മൂവിയാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഫസ്റ്റ് ഷോക്കാണ്, 9 മണിയുടെ ഷോക്കാണ് ഞാൻ പോയത്. ഫാമിലി ഓഡിയൻസ് ഒക്കെ ഉണ്ട്. ഒന്ന് ഒന്ന് ചെറുതായിട്ട് ഒരു പുഞ്ചിരിയൊക്കെ പടർത്തുന്ന ചെറിയ ചെറിയ കോമഡി സീൻസ്, അല്ലാണ്ട് ഒരുപാട് പൊട്ടിച്ചിരിപ്പിക്കുന്ന സീൻസ് ഒന്നുമല്ല. വളരെ നാച്ചുറലായിട്ട് ആ ഒരു ഫ്ലോയിലുള്ള വലിയ അനാവശ്യ സീൻസോ ഒന്നുമില്ലാതെ നമ്മളെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കുന്ന, രസിപ്പിക്കുന്ന ഒരു ചിത്രം. എനിക്ക് എന്താ പറയാ, ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു മിഠായി തിന്നുന്ന പോലത്തെ ഒരു ഫീൽ തന്ന ഒരു പടമാണ് ഈ ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ട കുറച്ച് മെൻഷൻസ് ഉണ്ട്. അഭിനയത്തിൽ നോക്കുകയാണെങ്കിൽ അഭിനയിച്ച എല്ലാവരും വളരെ രസകരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അഫ്കോഴ്സ് നിവിൻ പോളിയുടെയും മമിത ബൈജുവിൻ്റെയും സംഭവങ്ങൾ നമ്മൾ എടുത്തു പറയണം. അത് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ വർക്കായത് നമ്മുടെ റോഷൻ ബ്രോന്റെ സീനാണ്. നമ്മുടെ ആവശ്യത്തിലെ റോഷൻ ബ്രോ ഉണ്ടല്ലോ, ആൾക്ക് കൊടുത്തേക്കുന്ന ഒരു ക്യാരക്ടറും ആ ക്യാരക്ടറിന്റെ നെയിം ഞാൻ ഇപ്പൊ പറയുന്നില്ല, സ്പോയിലർ ഒന്നുമല്ല, പക്ഷെ അത് രസമുള്ള ഒരു നെയിമാണ്. അത് പറയുമ്പോൾ കുറച്ച് കോമഡികളുണ്ട്. വളരെ രസകരമായിട്ട് ആള് ചെയ്തു വെച്ചിരിക്കുന്നു. നല്ല രസമുണ്ട് ആളുടെ ഇത് കണ്ടിരിക്കാൻ. അതുപോലെ തന്നെ സുരേഷ് കൃഷ്ണ ഇന്റർവ്യൂലൊക്കെ ഒരു പറഞ്ഞു സുരേഷ് കൃഷ്ണയുടെ ഒരു വെറൈറ്റി റോളാണെന്ന്. അത് കൊള്ളാം, അത് നല്ല രസമായിട്ടുണ്ട്. സുരേഷ് കൃഷ്ണ അതും അടിപൊളി ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരെയാണ് എനിക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്തെന്ന പോലെ പെർഫോമൻസ് വന്നത്. പിന്നെ സംഗീത് പ്രതാപ് അവരവരുടെയൊക്കെ റോളുകൾ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നൊന്നല്ല. പക്ഷെ എനിക്ക് ഇവർ രണ്ടുപേരെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ആൻഡ് ദിസ് മൂവി വിൽ സ്റ്റേ ഹിയർ ഫോർ എ ലോങ് ടൈം. ലൈക്ക് സർവമായ, ഞാൻ കമ്പയർ ചെയ്യുന്നല്ല സർവമായ പോലത്തെ ഒരു പടമാണ്, അങ്ങനെയൊന്നല്ല. പക്ഷേ മനസ്സിൽ നിൽക്കുന്ന, മനസ്സിൽ തട്ടിയ ഒരു പടമാണ്. കൊള്ളാം, നല്ല രസമുണ്ട്. ആൻഡ് അതുപോലെ തന്നെ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ പറ്റിയിട്ടൊന്ന് എടുത്ത് പറയണമല്ലോ. ഡയറക്ടർ ആസ് യൂഷ്വൽ വി ഓൾ നോ, ഗിരീഷ് ഷെഡി. റൈറ്റിംഗിലും ഗിരീഷ് ഷെഡിക്ക് പങ്കുണ്ട്. അതിൻ്റെ കൂടെ കിരൺ ജോഷി എന്നാണോ ജോസെ എന്നോ അങ്ങനെ എന്തോ ഒരു പുള്ളിക്കാരനാണ്. നല്ല രസമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അങ്കമാലി ആ പരിസരത്തെ ഒരു കഥ നമ്മളിലേക്ക് എല്ലാവർക്കും വളരെ രസകരമായിട്ട് എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക്, വലിയ ശബ്ദ കോലാഹലങ്ങളൊന്നും ഇല്ലാതെ പടം എങ്ങനെ പോകുന്നു അതിൻ്റെ ഒരു ഫ്ലോക്ക് അനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സോങ്സും ഒക്കെ കൊടുത്തിട്ടുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മ്യൂസിക്. വിഷ്ണു വിജയ്. ദെൻ എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ്, അഥവാ ഭാവന സ്റ്റുഡിയോസ്. ഞാൻ അവരുടെ ഇന്റർവ്യൂവും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു പടത്തിന് മുൻപ്. അതായത് ഒരുപാട് ഇന്റർവ്യൂകൾ കൊടുത്തിരിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ട്. ഒരു ഓണാകാശം അതിനോട് ചേർന്നിട്ട് ഇതിൻ്റെ ഒരു പ്രൊമോഷൻ ചേർന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ, വളരെ രസകരമായിട്ടുള്ളൊരു ഇന്റർവ്യൂ ആയിരുന്നല്ലോ. അപ്പോൾ അതുപോലെ തന്നെ രസകരമായിട്ടുള്ള ഒരു പടം വീണ്ടും പ്രേമലിന് ശേഷം അവർ എടുത്തു വെച്ചിരിക്കുന്നു. സോ റിയലി വണ്ടർഫുൾ, ഐ റിയലി എൻജോയ്. താങ്ക്സ് ടു ഭാവന സ്റ്റുഡിയോസ് അഗെയിൻ. ദെൻ സിനിമാറ്റോഗ്രാഫർ അജ്മൽ സാബു. എഡിറ്റർ ചമൻ ചാക്കോ അല്ല, അതിൻ്റെ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. കൊള്ളാം. ആകാശ് സംതിങ് ആണ് പുള്ളിക്കാരൻ്റെ പേര്. കൊള്ളാം ബ്രോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ വളരെയധികം സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു നല്ല കൊച്ചു സിനിമ. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. വെയിറ്റ് ചെയ്തിരിക്കരുത് OTT-ക്കൊന്നും വേണ്ടിയിട്ട്. ഓണം എൻജോയ് ചെയ്യുക. ഹാപ്പി ഓണം. അടുത്ത പടത്തിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം.